ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ നമ്മുടെ വയനാട് ബാണാസുര സാഗർ ഡാമിൽ വന്നതാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഒന്നും റെഫർ ചെയ്തിട്ടൊന്നുമില്ല. ഈ ഡാം എന്താ, അതിൻ്റെ ചരിത്രം എന്താ ഒന്നും നോക്കിയിട്ടില്ല. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചരിത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊരു നരേഷൻ പോലെ ഒരു വോയിസ് ഓവറായിട്ട് തരാം. അപ്പോൾ നമ്മളിവിടുന്ന് എന്താ പറയുക, ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് എൻട്രി ചാർജ്, പിന്നെ കുറേ സ്പോർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കയാക്കിങ്, ബോട്ടിങ്, സ്പീഡ് ബോട്ട്, അത് ഇത് പിന്നെ കുറേ പരിപാടികളുണ്ട്. അതിൻ്റെത് സെപ്പറേറ്റ് ആയിട്ട് വേറെ ഉണ്ട്. 100 രൂപയുടെ മുകളിലോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഡാമിലോട്ടുള്ള എൻട്രി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കി ഞാൻ അതിൻ്റെ ഉള്ളിൽ എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കും, നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് വരുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ പെർ ഹെഡ് ഇതിലോട്ട് എൻട്രി ചെയ്യാൻ കുട്ടികളാണെങ്കിൽ 20 രൂപയും അഡൽട്ട് ആണെങ്കിൽ 40 രൂപയാണ് കേട്ടോ. ഇന്നത്തെ ഡേറ്റ് ശ്രദ്ധിക്കണം. ഇന്ന് സെപ്റ്റംബർ 1, 2024. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ 5 വർഷം ഈ വീഡിയോ കണ്ട് 5 വർഷം കഴിഞ്ഞിട്ട് വരുമ്പോൾ മേ ബി ഈ ചാർജ് ആവില്ല. അതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഗൈസ്, ഇവിടെ അത്യാവശ്യം നല്ല കയറ്റുണ്ട് കേട്ടോ. ഈ ഡാമിലോട്ട് എന്താ പറയുക, കുറച്ച് കയറി നടക്കാനുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ കയാക്കിങ്ങിൽ കയറി കേട്ടോ. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിങ്ങിനൊക്കെ അത്യാവശ്യം 5 പേർക്ക് സ്പീഡ് ബോട്ടിംഗ് ആണല്ലേ, 5 പേർക്ക് 1000 എന്തോമാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഒരു ടീമായിട്ടാണ് പോവുക. അപ്പോൾ നമ്മൾ കൂടുതൽ ഇപ്പോൾ 2 പേരുള്ളതുണ്ടെങ്കിൽ 1000 കൊടുക്കണം, 5 പേരുണ്ടെങ്കിൽ 1000 കൊടുക്കണം. അങ്ങനെ പിന്നെ അതിൻ്റെ മുകളിലോട്ടുള്ള ഇതുണ്ട്. നമ്മളെടുത്തത് കയാക്കിംഗ് ആണ്. ഓക്കെ, കയാക്കിങ് 2 രീതിക്ക് വരുന്നുണ്ട്. 2 പാക്കേജസാണ് ഉള്ളത്. ഒന്ന് സിംഗിൾ കയാക്കിങ്, അതായത് ഒരാളെ മാത്രം കയറ്റിയിട്ട് പോകുന്ന കയാക്കിങ്. പിന്നെ ഞാൻ എടുത്തത് അതിന് 250 ആണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ 2 പേർക്ക് തുഴയാൻ പറ്റുന്ന കയാക്കിങ്, അതിന് വരുന്നത് 450 ആണ്. നമ്മുടെ സോയിലവിടെ തുഴഞ്ഞു വരുന്നുണ്ട്. ഓവറോൾ അടിപൊളിയാണ് കേട്ടോ. അവിടെയൊക്കെ ആയിട്ട് കുറച്ച് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ഏരിയയിൽ. പിന്നെ നാച്ചുറൽ ഫോറസ്റ്റ് ഒന്നുമല്ല ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ചുറ്റുഭാഗത്താണെങ്കിലും അഗ്രികൾച്ചർ പരിപാടികളൊക്കെയാണ്. കവുങ്ങ്, തെങ്ങ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. ആ ഭാഗത്തോട്ട് വരുമ്പോൾ നാച്ചുറൽ ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങോട്ട് പോകരുത് പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മളിനി ഇത് ക്രോസ് ചെയ്യാനാണ് പ്ലാൻ. ഇതിങ്ങനെ അത്യാവശ്യം നമ്മൾ അരുവിലൂടെ പോകാനാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കണ്ട, ചില കാര്യങ്ങൾ കേൾക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യാനാണ് പ്ലാന്. അതെ അതെ. അപ്പോൾ ഇവിടുന്ന് നേരെ ക്രോസ് ചെയ്യല്ലേ, ഇതിങ്ങനെ അങ്ങനെ പോകാനോ? ഒറ്റടി ക്രോസ് ചെയ്യാം. ഒറ്റടി ക്രോസ് ചെയ്യാനാണ് പ്ലാൻ. അരുവ് കൂടെ പോകുന്നില്ല. നോക്കി വെക്കാം എന്താ. ഒരു അരമണിക്കൂറല്ലേ പറഞ്ഞു? അരമണിക്കൂർ കഴിഞ്ഞു കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞിരുന്നില്ല, ഞാനിപ്പോൾ കയാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബാണാസുര സാഗർ ഡാമിൻ്റെ ചരിത്രം അല്ലെങ്കിൽ ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നല്ലോ. ഈ ഡാം മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ KSCBയുടെ അണ്ടറിലാണ് കേട്ടോ. പിന്നെ ഈ ഡാം അധിക കാലമൊന്നും ആയിട്ടില്ല ഇത് ബിൽഡ് ചെയ്തിട്ട്. ഇത് 1979 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2004 കൺസ്ട്രക്ഷൻ എൻഡ് ചെയ്ത് പണികളൊക്കെ പൂർത്തീകരിച്ചു. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമാണ് ഒരു കാറ്റഗറിയിൽ. അതായത് എർത്ത് ഡാം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമാണ്. അപ്പോൾ ഈ എർത്ത് ഡാം എന്താ ചോദിച്ചാൽ എനിക്കും വലിയ ധാരണയൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് മണ്ണും അതുപോലെ നാച്ചുറൽ സബ്സ്റ്റൻസസ്, അതായത് മണ്ണ്, കല്ല്, ഈ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡാമാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ എന്തായാലും വിക്കിപീഡിയ നോക്കിയിട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിൻ്റെ എന്താണെന്നുള്ളത് കറക്റ്റ് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഓക്കെ, എന്തായാലും ഓവറോൾ എക്സ്പീരിയൻസ് കൂടെ പറയാം.
നമ്മളിവിടെ എൻട്രി ചെയ്തത് 40 റുപ്പീസ് പെർ ഹെഡാണ്. പിന്നെ ഈ കയാക്കിങ്ങിന് വന്നത് 250 റുപ്പീസാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇവിടെ ഒന്നാമത്തെ എന്ന് വെച്ചാൽ ക്രൗഡ് ഒട്ടുമില്ല. ക്രൗഡ് ഇല്ലാത്തതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് വയനാടിൻ്റെ ലാൻഡ് സ്ലൈഡ് ഇഷ്യൂസൊക്കെ, മുണ്ടക്കയം ചൂരൽമലയുടെയൊക്കെ ഇഷ്യൂസൊക്കെ റീസെൻ്റായിട്ടാണല്ലോ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ പേടി ആൾക്കാർക്ക് ഉണ്ട്. അപ്പോൾ ആളുകൾ വന്ന് തുടങ്ങിയിട്ടില്ല. ടൂറിസം ഭയങ്കര ഒട്ടും എവിടെയും ആൾക്കാരില്ല. ഞങ്ങൾ പോയ സ്ഥലങ്ങളിലൊക്കെ ക്രൗഡ് തീരെ ഇല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇവിടെ ഒട്ടും ക്രൗഡില്ല. ക്രൗഡ് വളരെ കുറവാണ്. സ്പീഡ് ബോട്ടിങ് നടക്കുന്നുണ്ട്. പിന്നെ കയാക്കിങ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 2 പേര് മാത്രമേ കയാക്കിങ് എടുത്തിട്ടുള്ളൂ. വേറെ ആരും ഇല്ല എടുക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെ എന്തായാലും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണിത്. അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ടാണ് കയാക്കിങ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ. അപ്പോൾ എനിവേ ഞാൻ എല്ലാവർക്കും ഈ ഡാം സജസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും വന്നത് എക്സ്പ്ലോർ ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.